നോക്കണേ, ഒരൊറ്റ നിസ്കാരം നിനക്ക് നഷ്ടപ്പെട്ടാൽ ഒരു ഓഖിയ അല്ലാഹു നിന്നെ നരകത്തിലിട്ടിട്ട് ശിക്ഷിക്കുകയാണ്. ഒരൊറ്റ നിസ്കാരം നഷ്ടപ്പെടുമ്പോ ഒരു ഓഖിയ അല്ലാഹു നിന്നെ നരകത്തിലിട്ടിട്ട് ശിക്ഷിക്കുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, ഒരു ഓഖിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, മക്കളെ, 84,000 വർഷമാണ്. 84,000 വർഷം. അത് ദുനിയാവിലെ വർഷമല്ല, ആഖിറത്തിലെ വർഷമാണ്. ദുനിയാവിലെ ഒരു വർഷമാണ് ആഖിറത്തിലെ ഒരു ദിവസം. ചിന്തിച്ചോളൂ, നല്ലോണം മനസ്സിലാക്കിക്കോളൂ. ദുനിയാവിലെ ഒരു വർഷമാണ് ആഖിറത്തിലെ ഒരു ദിവസം. അങ്ങനത്തെ 84,000 വർഷമാണ്. ഒരൊറ്റ നിസ്കാരം നഷ്ടപ്പെടുമ്പോ അല്ലാഹു നിന്നെ നരകത്തിലിട്ട് ശിക്ഷിക്കുന്നത്. എന്നാൽ ഇന്നത്തെ സൂര്യോദയം മുതൽ ഈ സൂര്യാസ്തമാനം വരെ കടക്കപ്പായിൽ പോയി കിടക്കുന്നത് വരെ നിസ്കാരം നഷ്ടപ്പെട്ടവര് നമ്മുടെ കൂട്ടത്തിലില്ലേ? എന്റെ സഹോദരാ, പടച്ച തമ്പുരാന്റെ മുമ്പിൽ എന്ത് മറുപടിയാ പറയാനുള്ളത്? എന്ത് റീസണാ റബ്ബിനോട് ബോധിപ്പിക്കാനുള്ളത്? ഒന്നുമില്ലല്ലോ, കാരണം പറയാനില്ലല്ലോ. ഒരൊറ്റ നിസ്കാരത്തിന്റെ സമയം തെറ്റുമെന്ന് കണ്ടപ്പോ ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതി പോലും മാറി മറിഞ്ഞിട്ടില്ലേ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അസ്തമിക്കും സൂര്യനോടോ മടങ്ങാൻ ചെന്നേ. ആലോചിച്ചു നോക്കുമോ മുഅ്മിനീങ്ങളെ, യാത്രക്കിടയിൽ അല്ലാഹുവിന്റെ റസൂൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ചിട്ട് കിടക്കുകയാണ്. വല്ലാതെ ഉറങ്ങിപ്പോയി. സൂര്യനതാ അസ്തമിക്കാൻ പോവുകയാണ്. അലിയാര് തങ്ങൾ അസ്ർ നിസ്കരിച്ചിട്ടില്ല. അലിയാര് തങ്ങൾ അസ്ർ നിസ്കരിച്ചിട്ടില്ല കേട്ടോ. സൂര്യൻ അസ്തമിക്കാൻ പോവുകയാ. മഹാനവറുകളുടെ മനസ്സിൽ വല്ലാത്ത പേടിയായി, വല്ലാത്ത ബേജാറായി. റബ്ബേ, എന്റെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുന്നതാരാ? ലോകത്തിന്റെ മുത്തേ, അമിന ബീവിന്റെ സത്തേ, മഹാനായ റൂഹി ഫിദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഞാനോ അസ്ർ നിസ്കരിച്ചിട്ടില്ല റബ്ബേ. എന്റെ ഹബീബിനെ ഉണർത്തൽ എനിക്ക് ഇഷ്ടമല്ലല്ലോ റബ്ബേ. അത് അദബ് കേടാകുമല്ലോ റബ്ബേ. അത് മര്യാദ കേടാകുമല്ലോ തമ്പുരാനെ. അലി റളിയല്ലാഹു അൻഹു തങ്ങളെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. കണ്ണുനീര് ചാരിട്ടൊഴുകാൻ തുടങ്ങി. ഒരിറ്റി കണ്ണുനീര് മുത്തായ തങ്ങളെ ദേഹത്ത് വീണു. അല്ലാഹുവിന്റെ റസൂൽ ഞെട്ടി എണീറ്റു സല്ലല്ലാഹു അലൈഹി വസല്ലം. അലിയേ, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത് അലിയേ? അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടില്ല നബിയേ. ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടില്ല നബിയേ. എന്റെ അസ്ർ ഇതാ നഷ്ടപ്പെടാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രകൃതിയുടെ പ്രതിഭാസം മാറുകയാണ്. അസ്തമിക്കാൻ പോയ സൂര്യനതാ അല്ലാഹുവിന്റെ റസൂൽ മടങ്ങാൻ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സൂര്യനോട് മടങ്ങാൻ പറയുകയാ. അസ്തമിക്കാൻ പോയ സൂര്യനതാ അസ്റിന്റെ അവ്വൽ വക്തിലേക്ക് മടങ്ങുകയാണ്. അസ്റിന്റെ അവ്വൽ വക്തിലേക്ക് മടങ്ങുകയാ. ആ അസ്ർ നിസ്കരിച്ചു അലിയാർ തങ്ങള്. സൂര്യൻ അതിന്റെ സ്ഥാനത്തേക്ക് പോലെ പഴയ പോലെ മടങ്ങി. ഒന്ന് ആലോചിക്കണേ, ഒരു നേരത്തെ നിസ്കാരം നഷ്ടപ്പെടുന്നപ്പോ ഈ പ്രകൃതിയുടെ പ്രതിഭാസത്തെ പോലും മാറ്റിയില്ലേ? ഒന്നാലോചിച്ചിട്ടുണ്ടോ? ഒന്നാലോചിച്ചിട്ടുണ്ടോ മുഅ്മിനേ? ഈ നരകത്തിലെ തീയിന്റെ 70% ദുനിയാവിന്റെ തീ പോലും അനുഭവിക്കാൻ പറ്റാത്ത നമ്മള്, ദുനിയാവിലൊരു തീ പോലും, ഒരു ചൂട് പോലും അനുഭവിക്കാൻ പറ്റാത്ത നമ്മള് 3000 കൊല്ലം അല്ലാഹു നരകത്തിലിട്ട് കത്തിച്ച് ചൂടാക്കി 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 എടുത്ത ഓ കത്തിയാളുന്ന നരകത്തിന്റെ ചൂട് നമ്മൾ എങ്ങനെ അനുഭവിക്കുക? ഒരൊറ്റ നിസ്കാരം നഷ്ടപ്പെടുമ്പോ ആഖിറത്തിലെ 84,000 വർഷമാണ്. ആലോചിക്ക് മുഅ്മിനീങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആരോഗ്യം അങ്ങ് പോയി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു രോഗം വന്നു, ഹാർട്ട് രോഗിയായി പോയി, പടച്ച തമ്പുരാൻ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാക്കട്ടെ.
ഹാർട്ട് രോഗിയായി, കിഡ്നി ഫയലായി പോയി, അല്ലെങ്കിൽ ഉദരത്തിൽ ക്യാൻസർ വന്നു പോയി, അല്ലെങ്കിൽ സ്തനത്തിൽ ക്യാൻസർ വന്നു പോയി, അള്ളാഹു കാക്കട്ടെ, അല്ലെങ്കിൽ ബ്രെയിനിന്റെ അകത്ത് ക്യാൻസർ വന്നു പോയി, ഇനി മാറൂല്ല എന്ന് ഡോക്ടർമാര് വിധി എഴുതി. അപ്പൊ നമ്മൾ തസ്ബീഹ് മാല എടുത്തു, അപ്പൊ നമ്മൾ ജമാഅത്ത് പതിവാക്കി, അപ്പൊ നമ്മൾ കരയാൻ തുടങ്ങി. പടച്ചോരെ, എന്നെന്തിനാ പരീക്ഷിക്കുന്നതല്ലാ, എനിക്ക് ദീർഘായുസ് കൊണ്ട് അല്ലാ. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്, ചെറുപ്പക്കാരാ, നീ നിന്റെ യൗവന സമയത്ത് നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരമുണ്ടല്ലോ, പെങ്ങളെ ചിന്തിച്ചോളൂ. തിങ്കൾ മുതൽ വെള്ളി വരെ മുടങ്ങാതെ ഉപ്പും മുളകും കണ്ടിട്ട് കാര്യമല്ല പെങ്ങളെ. അളിയൻ വൈഎസ് അളിയൻ കണ്ടിട്ട് കാര്യമില്ല പെങ്ങള്. റിയാലിറ്റി ഷോകൾ മുടങ്ങാതെ കണ്ടിട്ട് കാര്യമല്ല പെങ്ങളെ. തീരുമാനിക്കുമോളെ, വല്ലാഹി വല്ലോ എന്റെ ഒരൊറ്റ നിസ്കാരം ഞാൻ മുടക്കൂലല്ലാ. നിസ്കാരമാകുന്ന എപ്പിസോഡ് ഒന്നുപോലും ഞാൻ കളയൂല്ല തമ്പുരാനെ എന്ന് തീരുമാനിക്കു പെങ്ങള്. നിന്റെ യൗവന സമയത്ത്, നിന്റെ ആരോഗ്യ സമയത്ത് നീ നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരമുണ്ടല്ലോ, അത് നിന്റെ വാർദ്ധക്യ സമയത്ത് നീ നിസ്കരിക്കുന്ന 100 റക്അത്ത് നിസ്കാരത്തിന് സമാനമാണെന്ന് സ്വാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദ് മുസ്തഫ. മുഅ്മിനീങ്ങളെ, ചിന്തിക്ക്, നല്ലോണം ചിന്തിക്ക്. ഒരുങ്ങ്, മണ്ണറയെ മണിയറയാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ആലോചിച്ചു നോക്കണേ, നിന്റെ കല്യാണ ദിവസം നീ അതാ പുതിയ ഇറങ്ങുകയാണ്. നിന്റെ കൂട്ടുകാര് നിന്നെ അതാ അണിയിച്ചൊരുക്കുകയാണ്, പുതുവസ്ത്രങ്ങൾ അണിയിച്ചൊരിക്കുന്നു. നിന്റെ മുടി അവർ ചീകിത്തരുന്നു, നിന്റെ താടി ചീകിത്തരുന്നു, നിന്റെ വസ്ത്രത്തിന്റെ ബട്ടൺ ഇട്ട് തരുന്നു, നിന്റെ ഷൂവിന്റെ കയറ് വരെ അവർ കെട്ടിത്തരുന്നു. അതേ മോനെ, അതേ മറ്റൊരു രംഗം കൂടെ ആലോചിച്ചു നോക്ക്. നിന്നെ മരിച്ചിട്ട് നിന്റെ മയ്യത്ത് കൂട്ടുകാര് കുളിപ്പിക്കുകയാണ്, അവരതാ നിന്നെ കഫൻ ചെയ്യുകയാ. പുതിയ വെള്ളത്തുണി വിരിച്ചു, നിന്നെ അതിലവർ മലർത്തിക്കിടത്തി. സുബ്ഹാനല്ലാഹ്, ആ കഫൻ തുണി അവരതാ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് അവര് പൊതിയുകയാ, അവര് പൊതിയുകയാ. മോനെ, പുതിയാപ്പിളിറങ്ങുന്ന സമയത്ത് അവര് നിന്നോട് കിന്നാരവാക്ക് പറഞ്ഞവരാ, അവര് നിന്നോട് പഞ്ചാരവാക്ക് പറഞ്ഞവരാണ്. അവര് നിന്റെ കവിൾത്തടത്തിൽ നുള്ളിയില്ല പെങ്ങളെ, നിന്നെ കിളിപ്പെടുത്തുന്ന തമാശകൾ പറഞ്ഞില്ല മോളെ. അത് കണ്ടപ്പോ നീ നാണത്തോടെ ചിരിച്ചില്ലേ? എന്നാൽ എന്റെ ചെറുപ്പക്കാരാ, ഇന്ന് ദാരിമിയങ്ങ് മരിച്ചിട്ട് എന്റെ മയ്യത്തിന്റെ കൂട്ടുകാര് ബന്ധപ്പെട്ടവര് കഫൻ ചെയ്യുമ്പോ എന്റെ കാൽഭാഗത്ത് കെട്ടുകെട്ടി, എന്റെ അരഭാഗത്ത് കെട്ടുകെട്ടി, ഇനി എന്റെ 3ാമത്തെ കെട്ടുകെട്ടുകയാ. 3ാമത്തെ കെട്ടുകെട്ടാ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മയ്യത്ത് കഫൻ ചെയ്യുന്നവരെ, മയ്യത്തിന്റെ 3ാമത്തെ കെട്ടുകെട്ടുന്ന സമയത്ത് ആ മയ്യത്ത് നിലവിളിച്ച് പറയുന്ന നിലവിളിയുണ്ടല്ലോ, ആ മയ്യത്ത് വാവിട്ടുകൊണ്ട് നിലവിളിച്ച് പറയുന്ന കാര്യമുണ്ട്. അതെങ്ങാനും നിങ്ങൾ കേട്ടുപോയാൽ വല്ലാഹി പിന്നൊരു മയ്യത്ത് നിങ്ങൾ കഫൻ ചെയ്യൂല, ഒരു മയ്യത്തിന്റെ 3ാമത്തെ കെട്ടും നിങ്ങൾ കെട്ടൂല.